കഴിഞ്ഞൊരു വീഡിയോയിൽ അലോവേര ജ്യൂസ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ പ്രിസർവേറ്റീവ് പറ്റിയും മെൻഷൻ ചെയ്തായിരുന്നു. പ്രിസർവേറ്റീവിൽ ഫിനോക്സി എത്തനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കുമെന്നും പറഞ്ഞായിരുന്നു. ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തു, 2 പ്രാവശ്യം എനിക്ക് പ്രശ്നമുണ്ടായി. അപ്പോൾ ഇതിനു മുൻപും എനിക്കറിയാം ഇത് ബ്രോഡ് സ്പെക്ട്രം അല്ല എന്ന് പല സ്ഥലങ്ങളിലും ഞാനത് വായിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ബ്രോഡ് സ്പെക്ട്രം ആണ് എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളും ഇതുപോലെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക. സാധാരണ ബ്രോഡ് സ്പെക്ട്രം എന്ന പ്രിസർവേറ്റീവ് ബ്രോഡ് സ്പെക്ട്രം എന്ന് നമ്മൾ പറയുന്നത് ബാക്ടീരിയ, മോൾഡ്, ഈസ്റ്റ് ഇതിന് മൂന്നിനും ചേർത്ത് നിൽക്കാൻ കഴിവുള്ളതായിരിക്കണം പ്രിസർവേറ്റീവ്. അപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റിൽ നിന്നോ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ബ്രോഡ് സ്പെക്ട്രം എന്ന് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിലും അത് ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ റിസർച്ച് നടത്തിയേ മതിയാവൂ. പോലെ നമ്മളത് യൂസ് ചെയ്ത് അത് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അത് നമ്മുടെ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ ഈ ഫിനോക്സിയഥനോൾ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ജ്യൂസുകളിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് അല്ലെങ്കിൽ ബാക്ടീരിയ മോൾഡിനെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചേർത്ത് നിൽക്കാൻ പറ്റുന്ന പ്രിസർവേറ്റീവ് നമ്മൾ വാങ്ങണം. അപ്പോൾ ഫിനോക്സി എത്തനോളിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഈസ്റ്റിനെയും മോൾഡിനെയും ഇല്ലാതാക്കുന്ന പ്രിസർവേറ്റീവ് നമ്മൾ കമ്പൈൻ ചെയ്ത് വേറെ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാവാനുള്ള അത് കേടാവും. അപ്പോൾ ഫിനോക്സി എത്തനോൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇത് കേടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫിനോക്സി എത്തനോൾ യൂസ് ചെയ്യുമ്പോൾ വേറൊന്നും കൂടി ഈസ്റ്റിനും മോൾഡിനും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള വേറൊരു പ്രിസർവേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ജിയോഗാർഡ് ECT അത് ബ്രോഡ് സ്പെക്ട്രമാണ്, വെരി ഇഫക്റ്റീവ്. ഞാൻ 1 വർഷത്തിലധികം ഞാൻ ജ്യൂസ് എടുത്ത് വയ്ക്കാറുണ്ട്. യാതൊരു പ്രശ്നവും അതിനുണ്ടാവില്ല. ഈവൻ ജെല്ലിലായാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് മേടിക്കുന്ന വെബ്സൈറ്റിലും കൂടി നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കൃത്യമായിട്ട് വായിക്കുകയും ചെയ്യണം. ഇനി നിങ്ങൾക്ക് ബ്രോഡ് സ്പെക്ട്രം ഒരു പ്രിസർവേറ്റീവ് ആണ് ഫിനോക്സി എത്തനോളിന് പകരം നിങ്ങൾ നോക്കുന്നതെങ്കിൽ യുക്സിൽ PE9010 ഇത് നാച്ചുറൽ പ്രിസർവേറ്റീവ് ഒന്നുമല്ല, സിന്തറ്റിക് തന്നെയാണ് ഫിനോക്സി എത്തനോളിൻ്റെ പോലെ. ഈ പ്രിസർവേറ്റീവിൽ ഇത് രണ്ടും ഉണ്ട്. അതായത് ഫിനോക്സി എത്തനോളും ഉണ്ട്, അപ്പോൾ തന്നെ മോൾഡിനും ഈസ്റ്റിനും ഇഫക്റ്റീവായ എത്തനോഹെക്സിഗ്ലിസറിൻ എന്ന് പറയുന്ന വേറൊരു എണ്ണം കൂടിയതാണ് ഈ ഒരു പ്രിസർവേറ്റീവ്. അപ്പോൾ അതും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാബിൻ ഫ്രീ ആണ്. അതുപോലെ അങ്ങനെ ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു പ്രിസർവേറ്റീവ്, മിക്കവാറും ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവാണിത്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അതായത് ജിയോഗാർഡ് ECT നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ശംഖുപുഷ്പം വെച്ചിട്ട് അങ്ങനെ ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. ശംഖുപുഷ്പം പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഹെർബൽ ടീ എടുത്തിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് സാധനങ്ങളിലേക്ക് ഫിനോക്സി എത്തനോൾ മാക്സിമം ചേർക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. മണം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രിസർവേറ്റീവ് കുഴപ്പമില്ലാത്തൊരു പ്രിസർവേറ്റീവ് ആണ്. അല്ലെങ്കിൽ ജിയോഗാർഡ് ECT ചേർക്കുക. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.